ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുമ്പോൾ എവനെ ഈ ഉറക്കത്തിൽ നിന്ന് എങ്ങനെ വിളിച്ചുണർത്തി പുറത്ത് കൊണ്ടുപോകും. അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ കൊണ്ടുപോയെന്ന് വിളിച്ചപ്പോൾ അവൻ കുറച്ചുകൂടി ഒതുങ്ങി കിടക്കുവാണ്. വേറൊന്നുമല്ല, എനിക്ക് ശ്രീകുട്ടിയുടെ PTA മീറ്റിങ്ങിന് പോകണം. ഇളയവളല്ല, മൂത്തവള PGക്ക്. അവൾ ടൂറ് പോകണം ഈ വർഷം. ഇതുവരെ ഞാൻ വിട്ടിട്ടില്ല ടൂറ്, ആദ്യമായിട്ട് പോണതാണ്. പിന്നെ ഞാൻ ദേവനെ വലിയ ശല്യമില്ലാതെ അതുപോലെ തന്നെ എടുത്തുകൊണ്ട് പുറത്ത് കൊണ്ട് വിട്ട അവസ്ഥയാണ് കാണുന്നത്. പാവം എൻ്റെ കൊച്ചിരിക്കണം നോക്ക്, കാണുമ്പോൾ പാവം തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പതുക്കെ എടുത്ത് അതേപോലെ അനക്കാതെ കൊണ്ട് തട്ടാതെ പൊട്ടാതെ നമ്മൾ അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്, കടത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ നോക്കി കിടക്കുവാണ് ആള് പോണത് നോക്കി. കുഴപ്പമില്ല അവന്. ഇപ്പൊ ഞങ്ങൾ പോണെങ്കിൽ അതാ. നമ്മൾ ഇന്ന് എന്റെ പേരന്റ്സ് മീറ്റിങ്ങിന് പോവാൻ റെഡി ആയിരിക്കണം അമ്മ. നമുക്ക് പേരന്റ്സ് മീറ്റിങ്ങിന് പോവാം ഗൈസ്. ഇന്ന് കോളേജിൽ പാരന്റ്സ് മീറ്റിംഗ് ആണ്. സോ നമ്മൾ രണ്ടുപേരും അതിനു വേണ്ടി റെഡിയായി ഇതാ പോവാണ്. LKG പുറത്ത് തുടങ്ങിയതല്ല, നമുക്ക് കോളേജിൽ ഇന്ന് സംഭവം നമ്മുടെ ടൂറിന്റെ ഇതൊക്കെയാ. അപ്പം നമ്മൾ നല്ല ലേറ്റായിട്ടാണ് ഗൈസ് ഇറങ്ങിയത്. വേറൊന്നുമില്ല, അമ്മയ്ക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ലേറ്റായി. കോളേജിൽ ലേറ്റായി എത്തി ഗൈസ്. എത്തിയപ്പോൾ മീറ്റിംഗ് ഒരു ഏകദേശം തീരാറായി. പക്ഷേ അധികം ഒന്നും സംസാരിച്ചില്ല, ഇതിനൊക്കെ പറ്റിയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ കൺസൈൻമെന്റ് ഒക്കെ എഴുതി കൊടുത്തിട്ട് ഒപ്പൊക്കെ ഇട്ട് ഇതാ ഇറങ്ങി. നമുക്ക് അവിടെ നിന്നൊരു ചായയൊക്കെ കിട്ടി. ചെന്ന പാടെ നല്ലൊരു ചായ കിട്ടി, അതും കുടിച്ചോണ്ട് ഇറങ്ങിയപ്പോൾ അമ്മയ്ക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ പ്രാവശ്യം അച്ഛനും മോളും കൂടി പുറത്ത് പോയപ്പം അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞ ഇവള് വന്ന് ഭയങ്കര തള്ളായിരുന്നു. അങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അമ്മ ഇവിടെ നിന്നാണ് എനിക്ക് അച്ഛൻ വാങ്ങി തന്നേന്ന് പറഞ്ഞ് വാങ്ങി. നമ്മൾ അങ്ങനെ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ, ഒന്ന് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. കുറെ നാളുകൊണ്ട് ഇവള് പറഞ്ഞു എനിക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങി താമാന്ന്. അങ്ങനെ ഞാൻ അവൾക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അയ്യോ, പറയാനായിട്ട് തിന്നു കൊച്ച്. ഇന്ന് ഞാനൊന്ന് ഹെവി ആയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ കഴിച്ചത് അറിഞ്ഞില്ല. അതെ, ഇവിടാണ് അച്ഛന്റെ സ്പെഷ്യൽ. അച്ഛൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വേണം, വെളിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. പക്ഷെ നല്ലതായിരുന്നു. നല്ല ചിക്കൻ പീസ് 2 ഉണ്ടായിരുന്നു. 170 സംതിങ് എന്തോ ആണ്. നല്ല ചിക്കൻ പീസ്, ഒരു 2 നല്ല ചിക്കൻ പീസ് ഉണ്ടായിരുന്നു. മുട്ട ഉണ്ടായിരുന്നു, പപ്പടം 2 ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് നൈസായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോയത്. അവള് പിന്നെ നേരത്തെ പ്ലാൻ ചെയ്തല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ ഇരിക്കണ്ടെന്ന് വിചാരിച്ച് ഇടിയപ്പവും മുട്ടക്കറിയാണ് മേടിച്ചത്. പിന്നെ അമ്മ അത് കഴിച്ചു, ഞാനിത് കഴിച്ചു. അങ്ങനെ നമ്മൾ രണ്ടുപേരും എല്ലാം കഴിച്ചു. പിന്നെ ബാക്കി ഇതാണ് നമ്മുടെ ചിക്കൻ പീസ്. നല്ല ടേസ്റ്റും നല്ല മസാലയായിരുന്നു. തീർത്തും വേണ്ടായിരുന്നു. പിന്നെ എന്നെയും കുറെ അടിച്ചേൽപ്പിച്ചോളൂ. ഞാൻ കുറച്ചേ കഴിച്ചു, ബാക്കിയെല്ലാം അമ്മയ്ക്ക് കൊടുത്തു. ബാക്കി നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? ഞാൻ അങ്ങനെ തിന്നാറില്ല. ഇതാണ് കട. നല്ല ഒരു കിള്ളി, നമ്മുടെ കിള്ളി ഭാഗത്താണ്. പിന്നെ രാജകുമാരി കുറച്ച് ഡ്രസ്സ് വേണമല്ലോ, തണുക്കാതിരിക്കുക. എവിടെയെങ്കിലും പോകണം, അതൊന്ന് പറഞ്ഞോട്. കുണു മണാലി. അതിന്റെ ഒപ്പൊക്കെ ഇട്ടിട്ടാ ഞാൻ വന്നത് പോവാനുള്ള എൻ്റെ പൂർണ്ണ സമ്മതത്തിന്. പിന്നെ കുറച്ച് മീൻ വഴിയിൽ വെച്ച് കണ്ടപ്പം വില ചോദിച്ചു. പക്ഷെ ഞങ്ങളവിടെ 260 എങ്കിൽ അവിടെ വില വെച്ചപ്പോൾ 300 രൂപ. വേണ്ട, വാ പോവാം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു പട്ടിക്കുട്ടിയെ കണ്ടു, അതിനെയും വീഡിയോ എടുത്തിട്ട് നമ്മൾ പോവാണ്. ഇത് എവിടെയാന്ന് ചോദിച്ചാ കാട്ടാക്കട. അതെ, ഓക്കെ. കാട്ടാക്കട ചൂണ്ടുപലക. അത് കഴിഞ്ഞ് നമ്മൾ നേർഡാം വഴിയാണേ പോകുന്നത്. അപ്പോഴേ ഇവിടെ നിന്ന് കയറിയപ്പോഴേ അവള് പറഞ്ഞു, അമ്മ എനിക്ക് ഉപ്പിലിട്ട മാങ്ങ വേണം, അത് വേണം, ഇത് പുളിമുട്ടായി ഉണ്ടായിരുന്നു. അമ്മ പുളിമുട്ടായി കഴിച്ചോ? എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണേ പുളിമുട്ടായി. അപ്പം ഇതാണ് നമ്മുടെ നെയ്യാർ ഡാം. അപ്പം അവിടെ ഒരു ഡോഗിനെ ആരോ കളഞ്ഞിട്ട് പോയി, ഉപേക്ഷിച്ചിട്ട് പോയി. അതാണ് ആ ചേച്ചി പറയണത്. ഞങ്ങൾ ഇത് 2 മാസമായെന്ന് ആരോ ഈ ബെൽറ്റോട് കൂടി കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി. അവരിപ്പം 3-4 വീട്ടുകാർ ചേർന്ന് ഭക്ഷണമൊക്കെ കൊടുക്കും. പക്ഷേ ഈ ചേച്ചിയുടെ വീട്ടിൽ ഒരു ഡോഗ് ഉള്ളത് കൊണ്ട് അധികം എന്തെങ്കിലും കൊടുക്കും. പക്ഷേ എല്ലാവരും അടിച്ചോട്ടിക്കുമെന്ന്. പക്ഷെ പാവമാണ്, നല്ല സ്നേഹമാണ്. ആളുകളൊക്കെ അവരെ പരിസരത്തൊക്കെ ചെന്നാൽ കുരച്ചോട്ടിക്കും. പക്ഷെ
ആ ഡോഗിന്റെ കഥയും കേട്ട് ഞാൻ ഈ മാങ്ങയും കഴിച്ചു. ഞാനിവിടെ എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യലാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ അമ്പൂരി പെരുന്നാൾ തുടങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞ് സ്റ്റോളൊക്കെ ആയിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് കയറി നോക്കി. നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു ചപ്പൽ വാങ്ങി അടുത്ത് ടൂറിന് പോകാനുള്ളതാണേ. അതുകൊണ്ട് അപ്പോൾ ബൈ ബൈ.